മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. ചാലക്കുടി മുരിങ്ങൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. തൃശൂർ നിന്നും എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ വഴിതിരിച്ചു വിടുകയാണ്. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരം ഇവിടെ ബ്ലോക്കാണ്. പോലീസുകാർ ഇവിടെ ഓരോ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഇവിടെ കഴിയുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഈ റോക്കിവായുടെ ഇവിടെയൊക്കെയാണ് ആളുകൾ പോലീസുകാർക്ക് തന്നെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് സൗകര്യം ചെയ്ത് കൊടുത്താൽ അവർ കുറച്ച് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണം. പിന്നെ ഇവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാവിലെ തുടങ്ങി ഏകദേശം ഒരു 11 മണി വരെ ഫുള്ള് ബ്ലോക്കാണ്. MS ലിഷോയാണ് വിവരങ്ങളുമായി ഉള്ളത്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ലിഷോയ്, എത്രയോ തവണ നമ്മൾ ഈ ഗതാഗത കുരുക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇടപെടലൊക്കെ എങ്ങനെയൊക്കെ പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നിട്ടും ഒരു പരിഹാരവും ഇല്ല എന്ന് പറയുന്നത് കഷ്ടം തന്നെയാണ്. ഇപ്പോഴെന്താണ് സ്ഥിതി? ഇപ്പോഴും ഗതാഗതക്കുരുക്ക് തന്നെയാണ്. അതായത് ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയതിനാൽ തന്നെ എറണാകുളം ഭാഗത്തേക്ക് നിരവധി വാഹനങ്ങളാണ് ഈ ദേശീയപാതയിലൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേൽപ്പാലം അടിപ്പാത നിർമ്മാണമൊക്കെ തന്നെ നടക്കുന്ന ഈ മുരിങ്ങൂർ ഭാഗത്തും അതുപോലെ തന്നെ ഈ കൊരട്ടി ഭാഗത്തുമൊക്കെ തന്നെ വലിയ തോതിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ സമയത്തായതിനാൽ തന്നെ, അതായത് ഈ രാവിലെ സമയത്ത് ആയതിനാൽ തന്നെ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ ഗതാഗതക്കുരുക്കുണ്ട്. ഇന്ന് ഈ ഒരു സമയത്തും ഇനിയിപ്പോൾ ഏകദേശം ഒരു 11 മണി വരേക്കും ഈ ഒരു ഗതാഗതക്കുരുക്ക് തുടരുമെന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഇപ്പോഴും പോലീസ് ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്ന് വഴിതിരിച്ച് വാഹനങ്ങൾ വിടുന്നുണ്ട്. ഈ എറണാകുളത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഗതാഗതക്കുരുക്കിൽ പെടാതെ പോകണമെങ്കിൽ കൊടകരയിൽ നിന്നും തിരിഞ്ഞ് മാള വഴി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്തരത്തിൽ വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നുമുണ്ട്. കൂടാതെ അതല്ലാതെ മറ്റേതെങ്കിലും വഴിയിലൂടെ പോകുന്നതും നല്ലതായിരിക്കും. അല്ലാതെ ദേശീയപാതയിലൂടെ പോവുകയാണെങ്കിൽ ഒരു തരത്തിലും തങ്ങൾക്ക് എത്താനുള്ള ഒരു സമയത്ത് എത്തേണ്ട സ്ഥലത്ത് എത്തില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ തന്നെ ഒരിടത്ത് ഈ മുരിങ്ങൂരിൽ മാത്രം പലപ്പോഴും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഹൈക്കോടതി ഇടപെട്ട് അവിടുത്തെ ടോളൊക്കെ തന്നെ ഈ പാതയിലെ ടോളൊക്കെ തന്നെ എടുത്തു മാറ്റിയിരുന്നു. പക്ഷേ പിന്നീട് ഈ അറ്റകുറ്റപ്പണികളൊക്കെ തന്നെ നടത്തിയതിന് ശേഷം ഗതാഗതക്കുരുക്ക് പരിഹരിച്ചു എന്ന് കാണിച്ച് ദേശീയപാതയിലെ ടോള്, ഈ മണ്ണുത്തിടപ്പള്ളി ദേശീയപാതയിലെ ടോൾ പുനഃസ്ഥാപിച്ചിരുന്നു. പക്ഷേ ടോൾ പുനഃസ്ഥാപിച്ചതിന് ശേഷം ഇപ്പോൾ പാലിയക്കരയിൽ ടോൾ പ്ലാസയിലും വലിയ ഗതാഗതക്കുരുക്കുണ്ട്. കൂടാതെ ഇത്തരത്തിൽ മുരിങ്ങൂരിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ആമ്പല്ലൂരിലും മുരിങ്ങൂരിലും ഉൾപ്പെടെ ഈ ഗതാഗതക്കുരുക്ക് പല ദിവസങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ശനി, വെള്ളി കൂടാതെ തിങ്കൾ ദിവസങ്ങളിലാണ് ഏറ്റവും അധികം ഗതാഗതക്കുരുക്ക്.